എത്തി നിൽക്കുന്നത് ഒരു വീട്ടമ്മയെ പരിചയപ്പെടാനാണ്. ഈ വീട് പക്ഷേ തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ഒരു വീടാണ്. ഇത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ഭരണചക്രം തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിലൊക്കെ ഉപരിയായി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു വികാരമായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അമ്മയെ പരിചയപ്പെടാനാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരാണെന്ന്. അധികം ഡ്രാമയൊന്നും വേണ്ട. നമസ്തേ. ഞാനൊരു വീട്ടമ്മയെ പരിചയപ്പെടാന്ന് പറഞ്ഞാണ് പ്രേക്ഷകരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എല്ലാവർക്കും അറിയാം ഇതാരാണെന്ന്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആള് മുൻ ചീഫ് സെക്രട്ടറി എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ വിരമിച്ചു വന്നു. അപ്പോൾ കുറേ ഇൻ്റർവ്യൂകളിലൊക്കെ വന്നു അല്ലേ, മുഖം കാണിച്ചു അടുപ്പിച്ച്. അതേസമയം അതിന് തൊട്ട് മുൻപ് നമുക്ക് ഒരു ചെസ് ബോർഡ്, കറുപ്പും വെളുപ്പും കളികളും കുറച്ച് വിവാദങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ശാരദാ മുരളീധരൻ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശാരദ അമ്മയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് മാതൃദിനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ടൊന്ന് ഈ അമ്മയെ അറിയാം. ഒരു പക്ഷേ മക്കളും ആദ്യമായിട്ടായിരിക്കും ഇല്ലെങ്കിൽ അമ്മയെ കൂടുതലായി അറിയുന്നൊരു സമയം. നമുക്ക് പുറത്തേക്ക് നീങ്ങാം. കുട്ടികൾക്ക് ചെറുപ്പത്തിലായിരുന്നു അമ്മയെ കൂടുതൽ അറിയാവുന്നത്. ഞാനപ്പോൾ പ്രേക്ഷകരോട് പറയായിരുന്നു ശാരദ എന്ന അമ്മയെ പരിചയപ്പെടാമെന്നുള്ള. ഒരു പക്ഷേ കുടുംബശ്രീ ശാരദ അങ്ങനെയൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട സമീപകാല ചരിത്രങ്ങളിലെല്ലാം ഉണ്ട് ഈ പേര്. പക്ഷേ ശാരദ എന്ന അമ്മയെ ഒരു പക്ഷേ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ നോക്കിയാൽ ഇതിപ്പോൾ മാതൃദിനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മൾ അമ്മമാർ എന്ന രീതിയിൽ നിന്ന് മാറി നമ്മുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയുടെ ഒരു ചിന്തയിൽ നിന്ന് അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു റോൾ? ശാരദാ മുരളീധരൻ IAS പിന്നിൽ അമ്മ ഇപ്പം എൻ്റെ അമ്മ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പോൾ വയസ്സ് 86ആയി. അമ്മ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യത്തെ വനിതാ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് അന്ന് ട്രിവാൻഡ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുന്ന് പാസ്സായ ആദ്യത്തെ വനിത എന്നുള്ള ഒരു ഇതുകൊണ്ട് അമ്മയുടെ കുട്ടിക്കാലം മുതൽ അമ്മ ശ്രദ്ധേയമായിരുന്നു. അപ്പം അമ്മ വളർന്ന് കുറച്ച് പ്രയാസപ്പെട്ടിട്ടായിരുന്നു കുട്ടിക്കാലത്തൊക്കെ. ഇപ്പം മിടുക്കിയായിരുന്നു പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിത്തം തുടരാനായിട്ട് സാധിച്ചു. എൻജിനീയറിംഗ് കയറി. അത് കഴിഞ്ഞ് അച്ഛനെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നാൾ പുറത്ത് അച്ഛൻ്റെ PhDക്ക് വേണ്ടി കാനഡയിൽ പോയിരുന്നു. അമ്മ PhD എടുത്തത് IIT കാൺപൂരിലാണ്. അപ്പം അമ്മയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ നല്ലൊരു നെറ്റ്വർക്കറാണ്. എല്ലാവരും ഭയങ്കര തമാശ പറയുന്ന ഒരാളാണ്. വീട്ടിൽ വളരെ ചിട്ടയും നല്ല മാനേജ്മെൻറ്റാണ്. ഞങ്ങളെല്ലാവരും ശരിക്കും ഒരു ഇതിൻ്റെ അകത്ത് എന്താണ് ഉരുക്ക് വന്നതെന്ന് എനിക്ക് പറയാം. അങ്ങനെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരാളാണ്. ആൻഡ് നല്ല കലാവാസനയുണ്ട്. അപ്പം അമ്മയ്ക്ക് പഴയ ഹിന്ദി പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആളുകളൊക്കെ കൂടുമ്പോഴത്തേക്കും ഒന്ന് എല്ലാവരെയും കൂടി ഒന്ന് ജോഷാക്കാനായിട്ടുള്ള താല്പര്യമുള്ള ഒരാൾ. കവിത എഴുതും, പാട്ട് പാടും, പെയിൻറ്റിങ്ങും ഉണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് കൂടുതലും ഓർമ്മയുള്ളത് അമ്മയ്ക്ക് അച്ഛനാണെങ്കിൽ വീട്ടിലിങ്ങനെ തിളച്ചിരിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോൾ എന്തായാലും അച്ഛനെ കൊണ്ട് കാര്യം സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ സ്വയം തന്നെ അമ്മ ഇപ്പം അവിടെ ഈ IEEE സ്റ്റുഡൻസ് ചാപ്റ്ററിൽ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഇപ്പം പലതരത്തിലുള്ള പോസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് യാത്ര ചെയ്ത് ലോകം ചുറ്റി കാണുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനിയത്തിയും, ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നതാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു എന്താണ്
അച്യുതണ്ട് എന്ന് പറയുന്നതാണ് അമ്മ. ഞാൻ ആലോചിക്കുന്ന അതല്ല, പിന്നെ എങ്ങനെ ഒരു IAS ആ വീട്ടിൽ നിന്ന് ഉണ്ടാകാതിരിക്കും എന്നുള്ളതാണ്. ഇത്രയും ചിട്ടയായി. പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഈ റിട്ടയർ ആയതിനു ശേഷം ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഒരുപാട്. അപ്പൊ വെറുതെ അല്ല, അപ്പൊ എന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് 83-ാം വയസ്സില് ഒരു ഹിന്ദി കവിതയുടെ സമാഹാരം എഴുതിയ അമ്മയായിരിക്കണമല്ലോ. പുസ്തകം എഴുതുള്ള ഒരു ആഗ്രഹവും കേട്ടു അല്ലേ? വിശ്രമ ജീവിതം, ഇനിയിപ്പോൾ പുസ്തകം എഴുതണം, അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളിൽ ഏതായിരിക്കും ആദ്യം തുടങ്ങാൻ പോകുന്നത്? ആദ്യം തുടങ്ങിക്കഴിഞ്ഞു ഫ്രഞ്ച് പഠിക്കാനായിട്ട്. ഫ്രഞ്ച് പഠിക്കാം. ഓൺലൈനായിട്ട് തന്നെ കുറച്ചായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ശാരദ എന്ന അമ്മയിലേക്ക് വന്നാൽ എങ്ങനെയായിരുന്നു മക്കളുടെ ഒരു സപ്പോർട്ട് എന്ന് നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കണം. അവരൊരു പക്ഷെ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, അതിനുശേഷം ഒരു വലുതായതിനു ശേഷം അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ലൈഫിൽ? ഇപ്പൊ കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിൽ 2 വയസ്സിന് താഴെയുള്ള വ്യത്യാസങ്ങളുള്ളൂ ഒരു രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ അത് നമ്മുടെ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വിഷയം കൂടിയാണല്ലോ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വേണും ഞാനും സംബന്ധിച്ചിടത്തോളം കുട്ടികളെ എത്രത്തോളം സ്വതന്ത്രമായിട്ട് വളരാനും ചിന്തിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ അതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ പഠിത്തം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. 10ാം ക്ലാസ്സിൽ ഈ റാങ്ക് വാങ്ങിച്ച് ഇങ്ങനെ പഠിച്ച് നടക്കുന്നൊരു കുട്ടിയാണ്, ഇപ്പോൾ വേറെ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാൾ എന്നുള്ളൊരു പേരുണ്ട്. വേണുവിനാണെങ്കിൽ നേരെ തിരിച്ചും. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഈ റാങ്കിൻ്റെ ജാടയും പ്രശ്നങ്ങളൊന്നും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ ആകരുത്. അവരുടെ കഴിവും അവരുടെ സർഗാത്മകതയ്ക്കും അനുസരിച്ച് അത് നമുക്ക് വളർത്തിക്കൊണ്ടുവരണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ. അപ്പോൾ ഇപ്പം അമ്മയെക്കാളും അച്ഛനായിരുന്നു കേട്ടോ കുട്ടികളുടെ ജീവിതങ്ങളിൽ ആ ഒരു കുട്ടികളുടെ അകത്തുള്ള സർഗാത്മകതയെ വളർത്താനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഇനി അടുത്ത തലമുറയിലേക്ക് വന്നാൽ അവരും അമ്മമാരാവുകയാണ്. പക്ഷേ ശാരദ മാമിൻ്റെ അമ്മ, പിന്നീട് മാമിൻ്റെ കാലഘട്ടം, മാം അമ്മയായ ഒരു കാലഘട്ടം, ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ അമ്മയാവുന്നൊരു കാലഘട്ടമാണ്. അത് ഒരുപാട് വ്യത്യസ്തയോടെ മാറിക്കഴിഞ്ഞു. കാരണം ഒരു വ്യക്തിത്വം, എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ കൂടി കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അവരോടുള്ളൊരു ഉപദേശം കൂടി എന്താണ് നൽകാനുള്ള ഇപ്പോഴത്തെ അമ്മമാരോട്? നമ്മൾ ഈ കാലത്തിനനുസരിച്ചിട്ട് നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ സ്വഭാവം മാറും. അപ്പം ഞാൻ പടിയിറങ്ങുമ്പോഴത്തേക്കും എൻ്റെ അവസാനത്തെ ക്ലാസ് തന്നെ കുട്ടികളെ സുരക്ഷിതമായിട്ട് എങ്ങനെയാണ് ഒരു സുരക്ഷ കവചം ഇത് കൊണ്ടുവരിക, ഡ്രഗ്സ് മയക്കുമരുന്നൊക്കെ രക്ഷപ്പെടുത്തുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ ഇപ്പം ഈ ചർച്ചകളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പാരൻറ്റിങ്ങിനെ കുറിച്ചും കൂടിയായിരുന്നു. പലതരത്തിലുള്ള ഇപ്പം മാറ്റങ്ങൾ, പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറി ചെറിയ കുടുംബങ്ങളാണെങ്കിലും ഇപ്പം കുട്ടികളുടെ ഒരു സമൂഹം തന്നെ ഇപ്പം കളിക്കാനും എടുക്കാനും ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ കുറേ കൂടി ഒറ്റപ്പെട്ടാണ് അവർ ഇത് കഴിയുന്നത്. സ്കൂളിലാണെങ്കിൽ പോലും നമ്മളിപ്പം ഈ മൊബൈൽ യൂസേജ് വളരെ ചെറുപ്പത്തിൽ തുടങ്ങുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള ഒരു ലോകത്തിൽ വളരെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഭയങ്കരമായിട്ടുള്ള മെസ്സേജിങ്ങും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊരു ഭാഗം. മറുഭാഗത്ത് വീടുകളിൽ തന്നെ ഇപ്പം നമുക്ക് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഇത് വീടുകളിൽ അച്ഛനും അമ്മയും രണ്ടുപേരും പണിക്ക് പോകുന്നു. നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഡിസ്ട്രാക്ഷൻ, അമ്മയ്ക്കും അച്ഛനും ഒക്കെ തന്നെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നു. ആ ഡിസ്ട്രാക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് വീടുകൾക്കുള്ളിലും ഒറ്റപ്പെടലുകൾ നമുക്ക് ധാരാളം അനുഭവിക്കുന്നുണ്ട്. ആൻഡ് പല കുടുംബങ്ങളിലും നമുക്ക് ഇതിൻ്റെ ടെൻഷൻ എന്താണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിന് എന്നുള്ളതിനെ കുറിച്ച് അതൊരു വലിയ പ്രശ്നമാണല്ലോ. കാരണം ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് പോലും ഈ പറയുന്ന ടെക്നോളജിയിൽ അത്ര കണ്ട് നോളജ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരുടെ കുട്ടികളും അത് ഉപയോഗിക്കാൻ വരുമ്പോഴുള്ള ഒരു പ്രശ്നം. അപ്പം ഒറ്റപ്പെടും. നമ്മൾ കുറേ അധികം 4ഉം 5ഉം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നിടത്ത് നമ്മുടെ മുമ്പത്തെ ജനറേഷനിൽ 8ഉം 10ഉം കുട്ടികളുണ്ടായിരുന്നു. ഒരു 4-5ആയി, ഇനി 2-3ആയി, ഇപ്പോൾ ഒറ്റ കുട്ടികൾ. അപ്പോൾ സിംഗിൾ ചൈൽഡ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴും ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഐസൊലേഷനെ ഇത് അതിജീവിക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ കൂടിയാണ്. അതിൻ്റെ ഇതുണ്ടാക്കുന്ന ഒരു തരം ഡിസ്റ്റൻസ് ഉണ്ട്.
ആ ഡിസ്റ്റൻസ് വാസ്തവത്തിൽ നമ്മളെ വൾണറബിൾ ആക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുറ ചെയ്തിട്ടുള്ളത് ഈ കുട്ടികളെ പല അച്ഛനും അമ്മമാരും പറയാറുണ്ട്, ഞങ്ങൾ വളരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഐസ്ക്രീം ഇത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അതൊന്നും നമുക്ക് ചോദിക്കാനും പറ്റില്ല. അതെ, അതൊന്നും നമ്മൾ ചോദിച്ചാലൊന്നും കിട്ടൂല. വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇതാണ്. അപ്പൊ അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയ പേരുകളിലാണ് ഇപ്പോൾ അതൊക്കെ അറിയപ്പെടുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് അറിയരുത്, അവർ സന്തോഷമായിട്ട് വളരണം. ഈ സന്തോഷത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ എപ്പോഴും ഒരു കുട്ടി വളരുമ്പോഴത്തേക്കും കുട്ടിക്ക് ഒരു ബാലൻസ് ഉണ്ടാവണം ബിറ്റ്വീൻ ഹാപ്പിനെസ്, ഇൻ്റലിജൻസ് ആൻഡ് ഡിസിപ്ലിൻ. ആൻഡ് ആ ഡിസിപ്ലിനെ നമുക്ക് ഈ ഡിസിപ്ലിൻ കോർപ്പറലായിട്ടുള്ള ഒരു രീതിയിലോ വളരെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടോ നല്ല ഡിസിപ്ലിൻ ചെയ്യേണ്ടേ. വളരെ ഇപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് ടഫ് ലവ് ഇപ്പോൾ കാണിച്ചുകൊണ്ട് തന്നെ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഒരു ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അവർക്കെല്ലാം ഞങ്ങൾക്ക് കിട്ടാതെ പോയ സൗകര്യങ്ങളും അവസരങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നോ പറയാൻ അറിയാത്തൊരു ജനറേഷനായിട്ട് ഇപ്പൊ നമ്മൾ ഈ ലഹരിയുടെ കാര്യത്തിലായാലും മറ്റ് ക്രൈമിന്റെ കാര്യത്തിലായാലും നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം കുറേ അധികം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴെല്ലാം അത് നോക്കിക്കാണുന്ന ഒരു തലമുറയുണ്ട്, ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാനൊരു തലമുറ. പക്ഷെ ഈ അടുത്ത തലമുറയുണ്ടല്ലോ, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ മക്കൾ വരുമ്പോൾ ഇവർ അച്ഛനമ്മമാരാകുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടം എങ്ങനെയാണ് നമുക്ക്? ഞാൻ ഓർക്കുന്നുണ്ട് 2002-2003 സമയം ഞങ്ങൾ അന്ന് ഈ മോഡേണൈസിങ് ഗവൺമെൻറ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റിൽ ഞാൻ ഡയറക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടൽ അയൽക്കൂട്ടത്തിൽ സ്ത്രീകളുമായിട്ടും കൂടി ഒന്ന് അമ്മമാരുമായിട്ടും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് അംഗൻവാടി ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ബാക്കിൽ നിൽക്കുന്നവരെ നമുക്കൊപ്പം കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ചർച്ചയായിരുന്നു നടത്തുന്നത്. ഈ ചർച്ച നടത്തുന്ന സമയത്ത് ഇപ്പം കുറേ ചർച്ചകൾ കയറി വന്നപ്പോഴത്തേക്ക് ഒരു അമ്മ എന്നിട്ട് എനിക്ക് തോന്നുന്നു, മാഡം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി പലതരത്തിലുള്ള സപ്പോർട്ട് സംവിധാനങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആശങ്ക ഞങ്ങളുടെ ആൺമക്കളെ കുറിച്ചാണ്. എന്താണ് ആശങ്ക? അവർ പറഞ്ഞ റോൾ മോഡലുകൾ ഇല്ലാതെയാണ് ഇവർ പലരും വളരുന്നത്. നല്ല റോൾ മോഡൽ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത് അവർ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്ന അപ്പുറത്തേക്കുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നു. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പം അന്നേ അവരിത് കണ്ടിരുന്നു. കുട്ടികളുടെ റോൾ മോഡൽസ് ഇല്ലാതാകുന്നത്, അവരുടെ ഒരു പോയിന്റ് ഓഫ് ഒരു റെസ്പെക്റ്റിൻ്റെ ആ ഫോക്കസ് നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അലട്ടുന്ന ഒരു വിഷയങ്ങളായിരിക്കും എന്നുള്ളത് അന്നേ കണ്ടിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇപ്പം വെറും ഒരു ഉദ്യോഗസ്ഥയായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു തിരക്കുള്ള ഉദ്യോഗസ്ഥയെ മറയിൽ തിരക്കൊരു പ്രൊഫഷനിൽ നിൽക്കുക അങ്ങനെ മാത്രമല്ല, ഉത്തരവാദിത്വമുള്ള അങ്ങേയറ്റം ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ഏറ്റെടുത്ത് വർഷങ്ങളായി അതിൽ നിന്ന് പോരുന്നത്. ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ആ തരത്തിൽ നിൽക്കുന്ന ഒരുപക്ഷെ 2 സംസ്ഥാനങ്ങളിൽ നിൽക്കേണ്ട സാഹചര്യമൊക്കെ. അപ്പൊ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയത്? കുട്ടികളെ നോക്കുക, പാരന്റിങ് എന്ന് പറയുന്നത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? അതൊരു പക്ഷേ പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ടിപ്സ് ആയിരിക്കും. ഇല്ല, പാരന്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തു. ഇതിപ്പോൾ ഒരാളുടെ തലയിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം ഞാൻ കളക്ടർ ആകുമ്പോഴത്തേക്കും വേണു കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നു. വേണു കളക്ടറായിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മേലിൽ കൂടുതൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു, സ്ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പിന്നെ ഇപ്പം ഞങ്ങൾ ഇത് ജോലിയുടെ ഈ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ആരെങ്കിലും ഒരാൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നുള്ളത്. പിന്നെ ഇപ്പം കുട്ടികളുടെ കളിക്കാനായിട്ടുള്ള സാഹചര്യം, കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് താല്പര്യമുള്ളത് പെർസ്യൂ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അവരുടെ കൂട്ടുകാരെ അറിയുക. അപ്പോൾ അത് ഞങ്ങൾക്ക് പ്രധാനമായിരുന്നു. കുട്ടികൾ മാത്രം അറിഞ്ഞൂടാ, കുട്ടികളുടെ കൂട്ടുകാരെയും നമുക്കറിയണം, അവർ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആവണം.
കുട്ടി അപ്പോൾ ഒരു സൗഹാർദ്ദം നിറഞ്ഞ ഒരു ഒരു വീടും ചുറ്റുപാടും ഉണ്ടാകണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. അത് നിർബന്ധപൂർവ്വം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? കുറേയൊക്കെ നമ്മൾ ഒബ്വിയസ്ലി ഞങ്ങൾക്ക് ഈ ജോലിയുടെ ഇപ്പം ഞാൻ ഓർക്കുന്നു ഈ പല ജോലികളിലും ഭയങ്കര ടെൻഷൻ വരുമ്പോഴത്തേക്കും വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണമായിട്ട് ഇറക്കി വെക്കില്ല. അപ്പം വിഷയം ഇറക്കി വെക്കുമെങ്കിലും മാനസികാവസ്ഥ ഇറക്കി വെക്കുന്നില്ല. അതെല്ലാം കുഞ്ഞുങ്ങളുടെ മേളിലും ഇപ്പം ചുറ്റുമുള്ളവരുടെ മേളിലും നമ്മളത് കാണിക്കുകയും ചെയ്യും. ഇപ്പം അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അതിൽ കുട്ടികൾ പ്രതികരിക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് അമ്മ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഇത് ചെയ്തിരിക്കുക, സാരമില്ല എന്ന് പറഞ്ഞിട്ട് വരിക, കെട്ടിപ്പിടിക്കുക. അപ്പം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ കുട്ടികൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കുട്ടികൾ ആയിട്ട് മാറുന്നത് നമ്മൾ അപ്പം അത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആ സംഗതിയൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരും. നമ്മൾ ഭാഗ്യം ചെയ്തതാണല്ലോ എന്ന്. പക്ഷെ ആ സമയത്തൊക്കെ സാധാരണ ഇപ്പോൾ ചില അമ്മമാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ സിനിമയ്ക്ക് കൊണ്ടുപോവാ, പാർക്കിൽ കൊണ്ടുപോവാ. ഇതിനൊന്നും ഒരുപക്ഷെ സമയമോ സാധ്യതയോ ഇല്ലാത്ത രണ്ടുപേരെന്ന രീതിയിൽ എങ്ങനെയാണ് അതൊക്കെ മാനേജ് പോയത്? കണ്ടെത്തണം സമയം. ഇതിപ്പം ഒരു ഉദ്യോഗസ്ഥയാണെന്നും പറഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അല്ല, അപ്പൊ ഇതൊക്കെ ചെയ്തിരുന്നോ? പാചകം പറയുന്നത് എൻ്റെ 4 അയലത്ത് കൂടെ പോയിട്ടില്ല. അത് പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ അതൊരു ആ ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഇന്റർനെറ്റിന്റെ ലോകം വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും പാചകം പഠിക്കാനായിട്ടുള്ള അതെ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഒരു കാര്യം അതും കൂടിയാണ്. സാധാരണ നമ്മളിപ്പോ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു ചമ്മന്തി അരയ്ക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാന്ന് പറയുന്ന ഒരു ടോക്കാണല്ലോ പൊതുവേ വരാറ്. പക്ഷെ അതും ഒക്കെ ഇന്നത്തെ കാലത്ത് അതെല്ലാം മറികടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി ഈ ഒരു പ്രൊഫഷനിലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഞാനൊരു കാര്യം പറയാം. എൻ്റെ 2 മക്കളും, എൻ്റെ മോനും അതെ എൻ്റെ മോളും അതെ, നന്നായിട്ട് അവർ പാചകം ചെയ്യും. അതൊരു ലൈഫ് സ്കില്ലാണ്. അപ്പോൾ ആ ലൈഫ് സ്കിൽ അവർ ഇത് ചെയ്തിട്ട് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും ശരി. ചായ ഇട്ട് കൊടുക്കാൻ, ചായ ഇട്ട് തന്നെ കുടിക്കണമെങ്കിൽ വേറൊരാളെ ആശ്രയിക്കാതിരിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമല്ല. വീട് മാനേജ് ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായിട്ടും അവർ രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളും നമ്മളെയും ഒക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ നമ്മുടെ അമ്മമാരിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ അമ്മമാർ പലരും പിന്നീട് വളരെ വിഷമത്തോടെ നമ്മൾ കാണുന്നത് അവര് പകൽ വീടുകൾ അല്ലെങ്കിൽ അമ്മ വീടുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, ശരിയായി പറഞ്ഞാൽ ഈ വൃദ്ധസദനങ്ങൾ എന്ന് പൊതുവേയും മുമ്പൊക്കെ പറഞ്ഞു, നമ്മൾ വാക്കുകൾക്കൊക്കെ നമ്മൾ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ അമ്മമാരുടെ മുഖം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില മുഖങ്ങൾ കൂടിയാണ്. പക്ഷെ ചിലർ സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന ആളുകളുമുണ്ട്. അതെ, അവർക്ക് അവരുടെ വയസ്സുകാലത്ത് അവിടെയും നമ്മൾ മാറി വരുന്ന സമൂഹത്തിനെ കുറിച്ച് ഓർക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ എൻജിനീയറിങ്, ഇപ്പം കേരളത്തിലെ ആദ്യത്തെ വനിതാ എൻജിനീയർമാരിലെ ഒരാളാണ്. അമ്മയുടെ ജീവിതകാലം മുഴുവനും ഇപ്പം ഒരു ഏർണിംഗ് ആയിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്. അമ്മയുടെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സാഹചര്യമല്ലോ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ മക്കളുടെ വീട്ടിൽ മക്കളുടെ കൂടെ കൂടുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കഴിയുക. ഇപ്പം ഇങ്ങനെ ഒരു ജോലിയിലൊക്കെ നിന്ന് തിളങ്ങിയ ഒരാൾ ആരും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ നമ്മൾ അതും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല അമ്മമാർക്കും ഇല്ല, മക്കളുടെ കൂടെ കഴിയുന്നത് ഇഷ്ടമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവണം. അല്ലെങ്കിൽ മക്കളോട് കഴിയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവരതിൽ കൂടുതൽ വരിക. അപ്പോൾ ആ ഒരു ചിന്താഗതിയും കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നും കൂടി വരുന്നതാണ് സ്വമേധ അങ്ങോട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഇപ്പം മക്കൾ സൗകര്യം ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാകണമെന്നില്ല. ഇപ്പം സ്വാതന്ത്ര്യം വിളിച്ചിട്ടും പോകാത്തവരും സ്വാതന്ത്ര്യവും നമ്മുടെ മേലിലുള്ള ഇപ്പോൾ കൺട്രോളും നിലനിർത്തണം എന്ന താല്പര്യത്തിൻ്റെയും കൂടി ഇതുണ്ടാകും. ഇപ്പം ഇപ്പം എൻ്റെ അമ്മയെ ഇത് കാണുകയാണെങ്കിൽ, അമ്മ ഈ അടുത്ത കാലത്ത് 85-ാം വയസ്സിൽ ഇപ്പോൾ ഇനി 2 ദിവസത്തിൽ അമ്മ ടർക്കിയിലോട്ട് പോവാണ്. ഇതൊരു വിനോദസഞ്ചാരത്തിനായി.
അതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഇവിടേക്കും പോയി, മൊറോക്കോയിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇപ്പം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടും കയറിയിട്ട് അമ്മയെ ഒന്ന് കയറി തളയ്ക്കാനൊന്നും പറ്റൂല. അത് അപ്പോൾ ആ ഒരു സ്പിരിറ്റിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പം പഴയതുപോലെയല്ല. ഇതിപ്പോൾ വലിയ വാട്സാപ്പ് ഗ്രൂപ്പുകളായാലും അല്ലാതെ തന്നെ ഇവരുടേതായിട്ടുള്ള സൗഹൃദങ്ങളും ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പം പലതരത്തിലുള്ള പേര്, സൗഹൃദ എന്ന പേരുള്ള ഗ്രൂപ്പുണ്ട്, ഗോസിപ്പ് ക്ലബ് എന്ന പേരുള്ള ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പോട്ടലൊക്കെ നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരു റിച്ചായിട്ടുള്ള ജീവിതം. ഇപ്പം നമ്മളും ഓർക്കേണ്ടുന്നത്, ഇപ്പം പണ്ട് ഒരു 10-60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ വളരെ അവശരായിട്ട് ഇതിപ്പോൾ കഴിഞ്ഞ യഥാർത്ഥ ഇപ്പം ഈ പ്രായാധിക്യം ശരിക്കും അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോൾ അങ്ങനെയില്ല. കുറേ കൂടി എനർജി ഉണ്ട്, കുറേ കൂടി സമയം നമ്മൾ സീനിയർ എന്നുള്ള നിലയ്ക്ക് പ്രൊഡക്റ്റീവാണ്. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സീനിയർ പ്രൊഡക്റ്റീവ് ആകണ്ടേ? അപ്പോൾ ആ അമ്മ ഒരു പുതിയ തരം അമ്മയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം കുഞ്ഞുങ്ങൾ വാത്സല്യത്തോടുകൂടി ചെറിയ അമ്മ കഥകൾ പറയുന്ന അമ്മ മാത്രമല്ല, ഇപ്പോഴും ഇപ്പം പലതരത്തിലുള്ള വിഷയങ്ങളായിട്ട് ഇപ്പം ഇത് ഏറ്റുമുട്ടുന്ന, അതിനെക്കുറിച്ച് സംവദിക്കുന്ന, വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉള്ള, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ബോധമുള്ള അമ്മമാരാണ്. ഇപ്പം ആ അമ്മമാരെ നമ്മൾ ഇപ്പം ആ രീതി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഫ്രഞ്ച് പഠിക്കുന്ന കാര്യം പറഞ്ഞത്, അപ്പൊ എത്ര ഭാഷകൾ, ഒരുപാട് ഭാഷകളിൽ പാട്ടൊക്കെ പാടുമെന്ന് എനിക്കറിയാം. അത് അർത്ഥം പറഞ്ഞിട്ടല്ല, പക്ഷെ എങ്കിൽ പോലും ഒരുപാട് NCC-ലുണ്ടായിരുന്നതിന് കെയർ ഓഫിൽ കിട്ടിയ അന്നത്തെ കുറെ പാട്ടുശകലങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ്. അപ്പൊ ഫ്രഞ്ചിൽ എന്താണ് അമ്മയ്ക്ക് പറയുന്നത്? അമ്മയ്ക്കോ? മേർ, ലമേർ. ലമേർ. വേറെ ഏതൊക്കെ ഭാഷയിൽ എങ്ങനെ അറിയാം? അറിയില്ല. ഫ്രഞ്ചിലെ പാട്ട് പാടാനോ? ഫ്രഞ്ച് ഭാഷയും പാട്ടൊന്നും നമുക്ക് പാട്ടൊക്കെ പാടി മാതൃദിനം വളരെ ആഘോഷമാക്കി മാറ്റി ഞാൻ പാടും. എന്നാലും ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ. അത് ബസ്സിന്റെ അകത്ത്, അത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് അതൊരു പ്രത്യേക മൊമെന്റ്. ശരിക്കും വിശ്രമ ജീവിതം ആഘോഷിച്ചു തുടങ്ങുകയാണ്. അപ്പൊ സത്യത്തിലൊരു പാട്ട് പാടി ഡാൻസ് കളിച്ച് തുടങ്ങുന്നതൊക്കെയാണ് അതിന്റെ ഒരു രീതി. എന്നാലും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. പക്ഷെ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന അമ്മമാർക്ക് വേണ്ടി. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ തേടി വരുന്നു. കുറച്ചെങ്കിലും അത്രയെങ്കിലും അത്രയും. ഓക്കെ, എന്നാലും ഈ മാതൃദിനം നമ്മളിങ്ങനെ ഒരു ദിവസമെങ്കിലും നമ്മൾ ഓർത്തെടുത്താൽ നമ്മൾ ആഘോഷമാക്കുന്നു. എല്ലാ ദിവസവും മാതൃദിനമൊക്കെ ആയിട്ട് നമുക്ക് ആഘോഷിക്കാം. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റിൽ മാറി ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലേ നമുക്ക് ചുറ്റും, പുതിയ ജനറേഷൻ്റെ കുട്ടികൾ. നമുക്കേതായാലും പക്ഷേ ഈ ഒരു ദിവസം കൂടുതൽ സ്പെഷ്യലായിട്ട് തന്നെ ആഘോഷിക്കും. അപ്പോൾ എന്താണ് ഈ അമ്മമാരോട്, കേരളത്തിലെ അമ്മമാരോട് പറയാനുള്ളത്? കേരളത്തിലെ അമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വത്താണ്. കുഞ്ഞുങ്ങളെ വളരാനായിട്ടും പറക്കാനായിട്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പ്രചോദനം നൽകാനും സാധിക്കണം. അവരെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവരെ ചേർത്ത് വെക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ട സമയത്ത് അവരെ ഫ്രീ ആയി പോകാനായിട്ടും നമ്മൾ പഠിക്കണം. അതിനുള്ള എല്ലാ ഭാവങ്ങളും ഞാൻ നേരിടും. അതേസമയം അമ്മയായും അമ്മുമ്മയായും ഒതുങ്ങിപ്പോകരുതെന്നുള്ള കാര്യം കൂടി പറയാം നമുക്ക്. അതെ, ഉറപ്പായിട്ടും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അതും കൂടിയാണല്ലോ നമ്മുടെ ചർച്ചകൾ നമ്മൾ പറഞ്ഞത്. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷെ അതിന് നമ്മുടെ എല്ലാമല്ല. അപ്പം നമ്മുടെ വ്യക്തിത്വം എത്രത്തോളമാണോ തിളങ്ങുന്നത്, അത്രത്തോളം ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ കണ്ട് ഇൻസ്പയർഡ് ആവുന്നത്, നമ്മുടെ മാതൃക പിന്തുടരുക. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മറ്റാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും കൂടി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും.